ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ എല്ലാവരുടെയും എക്സാംസ് എല്ലാം വരാൻ പോവുകയാണ്. SSLCൻ്റെ മോഡൽ പരീക്ഷയൊക്കെ ഇപ്പോൾ തുടങ്ങി. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവർക്കെല്ലാവർക്കുമായിട്ട് കുറച്ച് ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പഠിക്കുന്ന സമയത്ത് മടി വരാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ പഠിത്തത്തിൻ്റെ ലെവൽ കുറച്ചുകൂടി കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിനകത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിഷയം തന്നെ ഇങ്ങനെ മണിക്കൂറുകളോളം പഠിക്കുന്നതിന് അത് നമുക്ക് മടുപ്പുണ്ടാക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വിഷയങ്ങൾ മാറി മാറി പഠിക്കാം. ഇപ്പോൾ ആദ്യം മാത്സാണ് പഠിക്കുന്നതെങ്കിൽ കൂടിപ്പോയ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെല്ലാം നമ്മൾ മാത്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ബയോളജിയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലോട്ടൊക്കെ നമ്മൾ മാറുക. ഇത് നമ്മുടെ മടുപ്പ് ഒഴിവാക്കി കളയും. പിന്നെ നമ്മൾ ഇപ്പോൾ സബ്ജക്റ്റ് മാറ്റുകയാണെങ്കിൽ തന്നെയും ഒരു 2 മണിക്കൂറെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റോ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാനൊരു 5-6 പ്രാവശ്യം ഞാൻ എൻ്റെ സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ് പോമഡോറോ ടെക്നിക്കിനെ കുറിച്ച്. അപ്പോൾ ഈ പോമഡോറോ ടെക്നിക്കിനെ കുറിച്ച് ഇതുവരെയായിട്ടും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് പറഞ്ഞു തരികയാണ്. 25 മിനിറ്റ് നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് പഠിക്കുക. അതേപോലെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ചെയ്യുക. 2-3 വെച്ചാൽ ഒരു 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വയ്ക്കാനും പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് കൊടുത്താലും നമുക്കപ്പം മനസ്സിൽ ഓർമ്മ വരും. ഇത് ഞാൻ നേരത്തെ പഠിച്ചതല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മണിക്കൂറുകളോളം ഇങ്ങനെയൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലയിലൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ എങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എടുക്കുമെന്നല്ല, മൊബൈൽ നമ്മൾ ടച്ച് ചെയ്യാനേ പാടില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് മൊബൈൽ നമ്മൾ അടുത്ത് പോലും വെക്കാൻ പാടില്ല. ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ കേൾക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആ മൊബൈൽ എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനും ഒരിക്കലും പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് റിവിഷൻ രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ എല്ലാ പാഠഭാഗം വായിക്കുമ്പോൾ അത് നമ്മളൊരു ചെറിയൊരു നോട്ട്ബുക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോട്ടൊക്കെ നമ്മളത് ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക. നമ്മുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ വലിയ കഥ പോലെ ആയിരിക്കും എഴുതി കാണുക. പക്ഷെ എന്നാലും അത് നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സിൽ നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തിന് മുന്നേ ഉള്ള സമയത്തോ നമുക്ക് ജസ്റ്റ് പുസ്തകം മൊത്തം വായിക്കാതെ നമുക്ക് വേഗം എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണിത്. നമ്മുടെ പരീക്ഷയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും മറന്നു പോകുന്നൊരു കാര്യമായിരിക്കും പ്രോപ്പർ ഡയറ്റ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. നമ്മുടെ തലയ്ക്ക് ഏതായാലും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെള്ളം. പിന്നെ അമിതമായിട്ട് എണ്ണയുള്ള സാധനങ്ങൾ, പൊരിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കരുത് എന്നല്ല, കഴിക്കാം, പക്ഷെ എന്നാലും കുറച്ച് കഴിക്കാം, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കുറേ കഴിക്കുക. പിന്നെ രാത്രി വൈകിയുള്ള പഠനം അതെന്തായാലും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 11 മണിക്കെങ്കിലും ഏതായാലും പോയി കിടക്കണം. പിന്നെ പരീക്ഷയ്ക്കായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഒന്നെങ്കിൽ 5 മണിക്കൂറോ 6 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് ഉറങ്ങണം. പിന്നെ പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പുലർച്ചെയെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുന്നോ അതെല്ലാം നമ്മുടെ തലയിലോട്ട് കയറുന്നതായിരിക്കും കേട്ടോ. ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ഒരു 2 മിനിറ്റത്തേക്ക് ശ്വാസം എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വിടുക. ബ്രീത്തും അതേപോലെ തന്നെ എക്സേലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ നന്നായിട്ട് കുറയുന്നതാണ്. അതെനിക്ക് പലപ്പോഴും ഞാൻ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറുമ്പോഴും പരീക്ഷയ്ക്ക് മുന്നെയൊക്കെ നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തല നല്ല എന്തോ ഒരു റീഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടും ആ സമയത്ത്.
അപ്പോൾ ഇത് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇതെന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടും. അങ്ങനെയൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഏതായാലും ഫുൾ എ പ്ലസ് കിട്ടും. ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഫുൾ എ പ്ലസ് എന്തായാലും കിട്ടും. പക്ഷേ ആ ഒരു നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലങ്ങനെ ചിന്തിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ നടക്കില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷ എന്തായിരിക്കും, പരീക്ഷ ഭയങ്കര ടഫായിരുന്നു, എന്താ ചെയ്യുക ഇനിയിപ്പോൾ, എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ, എൻ്റെ ഫ്യൂച്ചർ എന്താവും, എന്നിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ജയിക്കാൻ പറ്റുമോ എന്ന് തന്നെ വളരെയേറെ സംശയമാണ്. പിന്നെ നമ്മൾ പരീക്ഷയൊക്കെ എഴുതുന്നതിന് ദിവസങ്ങളിൽ ബിറ്റ്വീനായിട്ട് കുറേ ലീവുകളും ഇടവേളയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ പരീക്ഷയുടെ ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷ തൊട്ട് തുടങ്ങിയാൽ നമ്മൾ പഠിക്കാനല്ല പാടുള്ളത്, നമ്മൾ റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു പഠിച്ച കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത് വായിച്ച് നമ്മുടെ മനസ്സിലോട്ട് അത് മനസ്സിൽ പെർമനൻ്റ് ആയിട്ടാണ് വെക്കേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റും പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റും, അത് രണ്ടും ഒരേ ദിവസം നമ്മളിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ രാവിലെ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടുള്ള ഇതെടുക്കുക. പിന്നെ കുറച്ചൊരു മീഡിയം ലെവലായിട്ടുള്ളത് ഉച്ചയ്ക്ക് എടുക്കുക. അതേപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ട് സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, ആ സബ്ജക്റ്റ് നമ്മൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കണം, നമ്മൾ ഈ പരീക്ഷയുടെ സമയത്തെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ അതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പരീക്ഷയുടെ റിസൾട്ടാണോ അതോ നമുക്ക് ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമാണോ, ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സുഖം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം അല്ലെങ്കിൽ സന്തോഷമൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, പരീക്ഷ കഴിഞ്ഞാൽ ഇപ്പോൾ SSLCക്കാർക്കൊക്കെ ആണെങ്കിൽ പരീക്ഷ കഴിഞ്ഞാൽ അവരുടെ ആ റിസൾട്ട് ഇപ്പോൾ ഫുൾ എ പ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിൽ കുറേ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടുന്നത്. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ നടക്കുന്നത്. ഇത്രയും കോമ്പറ്റേറ്റീവായിട്ടുള്ള ഈ കാലത്ത് നമ്മൾ ഒരു AI പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും പോവുക നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറേ ബാധിക്കും. അപ്പോൾ ഈ എക്സാമിൻ്റെ ടൈമിലെങ്കിലും നമ്മൾ ഈ മൊബൈലും കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.